ഹേ എവരിവൺ, വൈപ്രക്കിൾ വ്ളോഗ്സ് ആണ് ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ R15 V3ൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും മാറാറായിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയിൻ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി നടക്കുന്നത്. അത് നോക്കിയാൽ അറിയാം. ഏകദേശം ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ആവിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഞാൻ യൂസ് ചെയ്തു ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് നമ്മൾ മാറാൻ പോവാണ്. നമ്മൾ ഇനി ഇടാൻ പോണത് റോളോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രാസ് ചെയിൻ സ്പ്രോക്കറ്റാണ് നമ്മൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത്. ഇതാണ് റോളോണിൻ്റെ ബ്രാസ് ചെയിൻ സ്പ്രോക്കറ്റ്. ഞാൻ ഓൾറെഡി ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടു. സോ നമ്മൾ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലെ ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മാറാനുള്ള ഡാമ്പിംഗ് ബുഷും കൂടി മേടിക്കണം. അതേ നമ്മൾ തൃശ്ശൂർ യമഹയുടെ സ്പെയർ പാർട്സ് സ്റ്റോറിലേക്കും കൂടി പോകണം. സോ നമുക്ക് ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് ഇടുമ്പോഴുള്ള ഗുണം, അതുപോലെ തന്നെ റോളോൻ്റെ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ അപ്പോൾ നമ്മളിത് ഈ ചെയിൻ സ്പ്രോക്കറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും എടുക്കാൻ ബൈക്കിൻ്റെ താക്കോൽ എടുത്തിട്ടില്ല. ബൈക്കിൻ്റെ താക്കോൽ ഇപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഡാമ്പിംഗ് ബുഷും കൂടി വാങ്ങണം. ഏകദേശം എൻ്റെ വണ്ടിയുടെ കിലോമീറ്ററിൽ കൊണ്ടുവരാൻ 42,506 കിലോമീറ്റർ ഓൾറെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയത് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തായപ്പോഴാണ് എനിക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ ആദ്യമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയിൻ സ്പ്രോക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ ഇത്രയും ഈ ഒരു 42,000 ആവണ വരെ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇനി ബ്രാസ് എന്തിനാണ് ഉണ്ടായെന്നുള്ളതിനെ കുറച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് മാറിയതിന് ശേഷം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ യമഹയുടെ സ്പെയർ പാർട്സ് സ്റ്റോറിലേക്ക് പോയിട്ട് ഡാമ്പർ ബുഷ് വാങ്ങാം. പിന്നെ നേരെ ബാൻഡോസ് പിറ്റ് സ്റ്റോപ്പിലേക്കും കൂടി പോവാം. നമ്മൾ ബാൻഡോസ് എത്തിയുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള പരിപാടികൾ നോക്കാം. ചെയിൻ സ്പ്രോക്കറ്റ് എൻ്റെ വണ്ടിക്ക് യെസ് എല്ലാണ്ട് ടൈമില്ലേ? ടൈം എടുക്കാം. യാത്ര നമുക്ക് വേറെ റെസ്റ്റ് എടുക്കാം. ഡാമ്പർ ബുഷ് മേടിച്ചിട്ടുണ്ട്. മാറാൻ രണ്ടും മേടിച്ചിട്ടുണ്ട്. ഡാമ്പർ ബുഷും മേടിച്ചിട്ടുണ്ട്, ചെയിനും മേടിച്ചിട്ടുണ്ട്. ചെയിൻ പടിഞ്ഞാറ് കോട്ട. ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ വണ്ടി ഇപ്പോൾ കൊണ്ടുപോകും. 97 അത് മാത്രമേ ഉള്ളൂ. അത് സെറ്റാക്കാം. $580 ഇന്നലെ പറഞ്ഞാന്നു. വന്നില്ല. വണ്ടി ഇതിപ്പോൾ പോവും. ഇത് ചെയിൻസ് സെറ്റായിട്ട് വരും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വരാം. സോ അതായത് നമ്മുടെ വണ്ടി ഇരിക്കണോ, ചെയിൻസ് പോക്കറ്റൊക്കെ മാറി. ഇതാണ് ഇപ്പോൾ കിടക്കുന്ന ബ്രാസ് ചെയിൻസ് പോക്കറ്റ്. കാണാൻ വൃത്തിയുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറായ കാരണം കാണാൻ ഒരു രസമുണ്ട്. സോ നമ്മളെന്തായാലും ഈ ലൊക്കേഷൻ വിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ശാന്തവും സമാധാനമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് പോയിട്ട് അടുത്ത വിശേഷങ്ങൾ സംസാരിക്കാം. നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിപ്പിടിക്കാം. കാരണം വെച്ചാൽ ഈ അറ്റ്മോസ്ഫിയർ നല്ല ക്രൗഡാണ്. സോ ഞാൻ സംസാരിച്ചാൽ തന്നെ വണ്ടികളുടെ സൗണ്ടും നല്ലൊന്നായിട്ട് ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. പുതിയ ചെയിൻസ് പോക്കറ്റ് വണ്ടി ഓടിക്കൊരു രസമായി. Let me show you. Look. Right there. Look. Right there. ഇതാണ് നല്ല ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് ബ്രാസിൻ്റെ ചെയിൻസ് പോക്കറ്റ് ഉള്ളത്. ഒരു ബ്രാസ് കോട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ബ്രാസ് ചെയിൻസ് പോക്കറ്റ് ഇട്ടാനുള്ള ഗുണം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ ചെയിൻസ് പോക്കറ്റ് പോലെ പെട്ടെന്ന് റെസ്റ്റ് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല ഈ ഒരു ബ്രാസ് ചെയിൻസ് പോക്കറ്റ് നമുക്ക് റെഗുലർ മെയിൻ്റെനൻസ് വേണമെന്ന് വെച്ചാൽ റെഗുലർ മെയിൻ്റെനൻസ് വേണം. എന്നാൽ പോലും ഒരു പരിധിക്ക് കൂടുതൽ നമുക്ക് അത്രത്തോളം മെയിൻ്റെനൻസ് കൊടുക്കണമെന്നാണ് പറയാം. പക്ഷേ ലൂബിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ബ്രാസ് കോട്ടിങ് റെസ്റ്റിങ് കുറച്ച് കുറയുന്നു മാത്രം. പിന്നെ വേറെ സംബന്ധിച്ചാൽ ഈ ഒരു ബ്രാസ് ചെയിൻസ് പോക്കറ്റിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പവറിൽ ചെറിയൊരു ഡ്രോപ്പ് ഫീൽ ചെയ്യും. അത് പോയിൻ്റ് ഒരു ചെറിയൊരു ഇതായിട്ട് മാത്രമാണ് അത് ഫീൽ ചെയ്യുള്ളൂ. ഫീൽ ചെയ്യാൻ വെച്ചാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് നോർമലി. കാരണം ഇപ്പോൾ കമ്പനി ചെയിൻസ് പ്രോക്കറിനകത്തും ഈ ഒരു ചെയിൻസ് പ്രോക്കർ എന്ന് പറയുമ്പോൾ വെയിറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു സംഭവം. കാരണം പിന്നെ ഞാൻ ഡാമ്പർ ബുഷ് മാറിയായിരുന്നു. ഡാമ്പർ ബുഷും കൂടി മാറിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് രസമായി വണ്ടി. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ
ഇതായിരുന്നു മെയിനായിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു കളറ് മാത്രം സ്കീം ചെയ്തിട്ടാണ് കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ അവരുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ വെറുതെ ഷോ പർപ്പസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഗോൾഡ് കളർ എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. റെസ്റ്റ് പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു മെയിൻ ഘടകം തന്നെയാണ് ഈ ഒരു ചെയിൻമേ ഒരു ഗോൾഡൻ കളർ കൊടുക്കണ ഒരു, അല്ലെങ്കിൽ ഒരു ബ്രാസ് കോട്ടിങ് ഒക്കെ പറയണത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കുറേ മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ റോളോണ്ട് തന്നെ ഓറഞ്ച് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതായത് കൂടുതലും KTM ബൈക്കിന് സ്യൂട്ടബിളായിട്ടാണ് അത്. അതെന്ന് വെച്ചാൽ KTM ബൈക്കുകൾ യൂഷ്വലി അറിയാമല്ലോ, അവരുടെ ഒരു കളർ തീം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആയിരിക്കും കൂടുതൽ അവരുടെ കൊടുത്തിട്ടുണ്ടാവുക. സോ അതിന് വേണ്ടിയാണ് ഓറഞ്ച് കിറ്റ് ഇറക്കുന്നത്. അതിന് ഓറഞ്ച് കളറായിരിക്കും മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ചെയിൻ സ്പ്രോക്കറ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്രാസിൻ്റെ ഇട്ടത് ഏകദേശം എനിക്കൊരു 2265 കോസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ കമ്പനി ചെയിൻ സ്പ്രോക്കറ്റ്, നോർമൽ ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് കോസ്റ്റ് വരുന്നത് 2500 അടുത്ത് സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റാണ് ലാഭം. കാരണം അതിനകത്ത് ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. പ്രോപ്പറായിട്ട് നോർമൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ലൈഫും കിട്ടുന്നുണ്ടെന്ന് ആണ് എനിക്കറിയാൻ പറ്റിയ കേസ് എന്ന് പറഞ്ഞാൽ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുവരെ ദിസ് ഈസ് വൈപ്പർക്കിൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ വൈപ്പർക്കിൽ വ്ളോഗ്.